ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഈ കാണുന്ന വീട്ടിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ആക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്ക് ഭാഗത്തേക്കും കാക്കനാട് കളക്ടറേറ്റ് ഭാഗത്തേക്കും ഒക്കെ പോകുന്നവർക്കാണെങ്കിൽ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരം. നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെയാണ് പോകേണ്ടത്. ലുലു മാളിലേക്കൊക്കെ ആണെങ്കിൽ 12 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് വെറും 14 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിപ്പെടണമെങ്കിൽ വളരെ നിമിഷ നേരം കൊണ്ട് എത്തിപ്പെടാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു വീട് ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. ബസ് റൂട്ടിലേക്ക് നമുക്ക് വെറും 250-300 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളും എല്ലാം തന്നെയുണ്ട്. ബസ് കയറിയൊക്കെ ബസ് റൂട്ടിലേക്കൊക്കെ പോകേണ്ട ആവശ്യത്തിനാണെങ്കിൽ വെറും 250-300 മീറ്റർ നമുക്ക് നടന്നു പോയാൽ തന്നെ ബസ് റൂട്ടിലേക്ക് എത്താം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വളരെ അടുത്ത് തന്നെയായിട്ടാണ് ഈ വീടിന് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, നിറയെ വില്ലകളുള്ള ഒരു ഏരിയയാണ്. പല വില്ലകളിലും ആളുകൾ താമസമായതാണ്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സെയിലിനായിട്ട് ഇവിടെ ഒരു വീട് മാത്രമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഈ കാണുന്ന വീട് നമ്മൾ മെയിൻ റോഡ് ടാർ റോഡ് കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ഈ കാണുന്ന വില്ലകളിലേക്ക് വരുന്നതും ടാർ റോഡ് തന്നെയാണ്. കുറച്ച് റീടാറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് റോഡ് കണ്ടാൽ ഇപ്പോൾ അറിയാം. ഇവിടെ ഈ വില്ലയുടെ പണി ജസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മളൊന്നും കൂടെ ഈ റോഡെല്ലാം ക്ലിയർ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് പുതിയ ടാറൊക്കെ ഇട്ട് ഭംഗിയുള്ള റോഡ് തന്നെയായിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ഇപ്പം അധികം താമസിക്കാതെ തന്നെയായിരിക്കും ഈ റോഡ് അവർ ക്ലിയർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്കറിയാം, നിറയെ ആളുകളുള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെയുണ്ട്. നമുക്കിൻ്റെ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3.4 സെന്റ് ലാൻഡിലാണ്. 3.400 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു, ടാറിട്ട റോഡാണ് വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നത്. വീടിൻ്റെ എലിവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വുഡൻ പാനലിംഗ് ഒക്കെ ഫ്രണ്ടിൽ കാണാം. അതുകൂടാതെ സിമെന്റ് ആ ഒരു കളർ വരുന്ന കുറച്ച് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ബാൽക്കണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ വീട് മുഴുവനായിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിന്റെ മതിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു. അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയിട്ടൊക്കെയാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെങ്കിൽ ഭംഗിയുള്ള 2 എഗ് ഷേപ്പുള്ള 2 ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഈ ഒരു ഭാഗത്താണെങ്കിലും കുറച്ച് ലേസർ കട്ട് ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഇതുപോലെ തുറന്നു വെക്കാവുന്ന രീതിയിലുമാണ് അവർ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാർ പോർച്ചിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ കാണാം. ഇതുപോലെ ഭംഗിയുള്ള ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇന്നോവ പോലുള്ള ഒരു വലിയ കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൂടാതെ മറ്റൊരു കാറിന് ആ ഒരു ഭാഗത്തും നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു വലിയ കാറിനും ഒരു ചെറിയ കാറിനും പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചാർജിങ് പോയിന്റ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഭംഗിയായിട്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ചൊരു പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ടാണ് അവിടെ ഭംഗിയുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വെല്ലാണ്. നമുക്കിപ്പോൾ ഈ ഒരു ടൈം മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ഷോർട്ടേജ് വരുന്ന സമയം. ഈ സമയത്ത് നമുക്ക് ഈ കിണറിലോട്ട് നോക്കിയാൽ കാണാം, ജസ്റ്റ് നമുക്ക് കണ്ണെത്തുന്ന ദൂരത്തിലാണ് വെള്ളമുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു താമസിക്കുന്ന ഒരു വീട് നോക്കുമ്പോൾ എല്ലാവരും തിരക്കുന്നത് കിണർ വെള്ളം ഉണ്ടോയെന്നും അവിടെ വെള്ളം എങ്ങനെയാണെന്നുള്ളതുമാണ്. അപ്പോൾ ആ ഒരു സംശയം നമുക്ക് ക്ലിയർ ചെയ്യാം. നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വാട്ടറിന്റെ ലെവൽ കാണാവുന്നതാണ്. വെള്ളത്തിനുള്ള മറ്റൊരു ഓപ്ഷൻ പിന്നെ നമുക്കുള്ളത് KWയുടെ വാട്ടർ കണക്ഷനും കൂടെയാണ്. അപ്പോൾ കിണർ കഴിഞ്ഞു ഈ ഭാഗത്തു നിന്ന് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്തും ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ ടൈലൊക്കെ വിരിച്ചിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് വീടിന് ചുറ്റിനും ആൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം വരെ ഇതുപോലെ അവർ നല്ല നീറ്റായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നിന്നും കണ്ടിന്യൂ ചെയ്തു വരുന്ന ഈ ഭാഗം കുറച്ച് ഭാഗമുണ്ട്. ഇവിടെ എല്ലാം തന്നെ ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് വീടുകളുണ്ട്. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്, ആളുകൾ താമസമായ വീടുകളുണ്ട്. അങ്ങനെ നിറയെ നൈബേഴ്സ് ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലൂടെ ചുറ്റി വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് കാണുന്ന സ്പേസ് എന്ന് പറയുന്നത് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ആണ്. അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുന്ന സമയത്ത് ഈ ഒരു വഴി നമ്മൾ ചുറ്റി വരുന്നത് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ്. അപ്പോൾ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഇതുപോലെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിനെ ചുറ്റി സറൗണ്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വീടിന് ചുറ്റിനും നല്ല രീതിയിൽ ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിന്റെ പില്ലറുകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ടെക്സ്റ്റൈൽ വർക്കൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിന്റെ മുകൾ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ കാണുന്ന ഒരു ഷോ വാളിലാണെന്നുണ്ടെങ്കിലും 2 ക്യൂട്ടായിട്ടുള്ള ലൈറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ സിറ്റ് ഔട്ട് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു 2 ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് ആണ് സിറ്റ് ഔട്ടിന്റെ ഭാഗത്ത് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വീടിന്റെ മെയിൻ ഡോറ് വരുന്നത്. ഒറ്റ പാളിയിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള കട്ടളപ്പടിയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു എൻട്രൻസ് കാണാം. ഇത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ലിവിംഗ് ഏരിയ എവിടെയാണെന്നാണ് അറിയേണ്ടത്. വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് വീതം കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നേരെ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകളോട് കൂടി TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്, ക്ലോസ് ചെയ്യാവുന്ന കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് TV യൂണിറ്റ് അവർ ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് റൂഫിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഈ ഒരു എൻട്രൻസ് കണ്ടിരുന്നു. TV യൂണിറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഡൈനിങ് ഹാളിലേക്കുള്ള ഈ ഒരു എൻട്രൻസ് വരുന്നത്. നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ സൈഡിലുള്ള ഈ ഭാഗത്താണെങ്കിലും പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗം അവർ കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ഇതിൻ്റെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ആ കാണുന്ന ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഡൈനിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 6 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡൈനിങ് ഹാള് കംപ്ലീറ്റ് ആയിട്ട് റൂഫ് നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ്. നമുക്കിനി ഡൈനിങ് ഏരിയയിൽ കാണേണ്ടത് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ ആണ്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയ അവർ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വർക്കുള്ള നല്ല ഭംഗിയുള്ള വർക്കുകളോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വരുന്നത് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. അതിനകത്ത് മിറർ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. മുകളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ഈ ഭാഗത്തൊക്കെ തന്നെ അവർ കബോർഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം നോക്കിയാലും കാണാം നല്ല ഭംഗിയായിട്ട് വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് അതിനുള്ളിലും ലൈറ്റുകൾ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്.
ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു റൂം തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ടും ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസുമായിട്ടാണ് എയർ സർക്കുലേഷൻ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതും നമുക്ക് വലിച്ചു തുറക്കാവുന്ന ഡ്രോസ് ആയിട്ടും ഒക്കെ ഒരുപാട് ഡോറുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ മിറർ ഫെസിലിറ്റി കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒട്ടും ആർഭാടമാക്കാതെ എന്നാൽ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ബാത്റൂമിൽ ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ആഷ് കളറിലുള്ള ടൈലാണ് വോളിലും അതുപോലെ തന്നെ ഫ്ലോറിലും ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് ബേസിൻ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിൽ വന്നു. അവിടെ നിന്നാണ് ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഈ കാണുന്നതാണ്. അത്യാവശ്യം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് കിച്ചന്റെ എൻട്രൻസിൽ അവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ഭംഗിയുള്ള 3 ഹാങ്ങിങ് ലൈറ്റ്സ് അവർ കിച്ചന്റെ എൻട്രൻസിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോർഷന്റെ അകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഷെൽഫ് ഫെസിലിറ്റികളായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു ഫാമിലിയിലുള്ള 2-3 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ് കിച്ചണിന് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒരു വൈറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് ഒരു ആഷ് കളറാണ് അവർ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് 2 ലെയറിലും താഴെ ഒരു ലെയറിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് അവർ കൊടുത്തിരിക്കുന്നത്. സിങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 2 പൈപ്പ് കണക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ റൂഫിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അത്യാവശ്യത്തിനോട് ചെറിയ ഡിസൈനൊക്കെ അവർ കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. കിച്ചൺ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ വീടിന് ചുറ്റിലും സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കാണിച്ചപ്പോൾ നിങ്ങൾ ഈ ഭാഗം കണ്ടിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള പോർഷൻ ഈ കാണുന്നതാണ്. അതിന്റെ ഫ്ലോറിംഗ് വർക്ക് എല്ലാം അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വർക്ക് ഏരിയ നമുക്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ ബിൽഡറായിട്ട് സംസാരിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ചില ആളുകൾക്ക് വർക്ക് ഏരിയ വേണം, ചിലർക്ക് വർക്ക് ഏരിയ വേണ്ട. അപ്പൊ നമ്മൾ വീടെടുക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ താഴെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്പ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇന്നർ പോർഷൻസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളിട്ട് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ കാണുന്ന വോളിൽ നിങ്ങൾക്ക് കാണാം 3 ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പെർഗോള മോഡലിൽ ഗ്ലാസ് ഇട്ടിട്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. വുഡൻ ഫ്രെയിം ആണ് അവിടെ ഭംഗിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ കയറി വരുന്ന വഴിക്ക് ഒരു ഭംഗിയുള്ള ഷോലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് റൂഫിലേക്ക് നോക്കുമ്പോൾ കാണാം ആ ഒരു സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്തു നിന്ന് തന്നെ മുകളിലെ റൂഫിലെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഭംഗിയുള്ള നല്ലൊരു ഷാൻലിയർ കൂടി അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിന്റെ കണ്ടിന്യൂഷൻ നേരെ നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരുന്ന ഈ ഒരു ഹാളിന്റെ മുകളിൽ വരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ നമ്മൾ മുകളിലത്തെ സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്താണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ഒരു ചെറിയ ഹാളായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഹാളിൽ ഒരു വലിയ വെന്റിലേഷനും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. സൂര്യപ്രകാശം അകത്തേക്ക് നല്ല രീതിയിൽ തന്നെ കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഓപ്പണിംഗ് അവർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നമ്മൾ താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിൽ നമുക്ക് കാണാനുള്ളത് 2 ബെഡ്റൂമുകളും പിന്നെ അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു ബാൽക്കണിയാണ് കാണാനുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ 2 ഭാഗങ്ങൾ കാണാം. അതെന്താണെന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. ഈ ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡോറ് കാണാം. ഈ ഡോറ് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല വലിയൊരു റൂമിൻ്റെ അത്രയും തന്നെ വരുന്നൊരു സ്പേസ് ആണ് ബാൽക്കണിക്കായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എൻട്രൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മെയിൻ ബാൽക്കണി സ്പേസ് ആയിട്ട് വരുന്നത്. നല്ല വലിയൊരു ഏരിയ തന്നെയാണ് അവർ ബാൽക്കണിക്കായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഉള്ളിലെല്ലാം തന്നെ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്.
റൂഫിലേക്ക് നോക്കിയാലും കാണാം ബാൽക്കണിയുടെ റൂഫ് ആണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പെർഗോള മോഡലിലുള്ള ഓപ്പണിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു പോർഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം വളരെ ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നല്ല വുഡിന്റെ വർക്കുകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ബാൽക്കണിയും ചെയ്തിരിക്കുന്നത്. നോർമലി നമുക്ക് ബാൽക്കണിയിൽ ഇങ്ങനെയുള്ള വുഡൻ വർക്ക്സുകളൊക്കെ കാണുന്നത് വളരെ കുറവാണ്. ഇവർ കാര്യമായിട്ട് തന്നെയാണ് ബാൽക്കണിയെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് ആദ്യം കണ്ടത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടുത്തെ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ആ ഭാഗത്ത് 2 ഡോറുകൾ നിങ്ങൾക്ക് കാണാം. ഈ ഒരു സൈഡിലും ഒരു ഡോറുണ്ട്. നമുക്ക് ഓരോ സൈഡായിട്ട് തന്നെ കവർ ചെയ്തിട്ട് പോകാം. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡോറ് കാണാം. ഇത് ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ വരുന്നത് ഏകദേശം ഇങ്ങനെയാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഒരു വൈറ്റിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വീടിനകത്ത് എല്ലായിടത്തും തന്നെ ഈ സെയിം ടൈൽ തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. ഈ റൂമിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 3 വിൻഡോസും നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റൂമിലേക്ക് കയറി കഴിഞ്ഞിട്ട് ആ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അവർ വാർഡ്രോബിന് വേണ്ടി മാത്രമായിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം നമുക്ക് ഓരോ ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാനും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഡ്രോ ചെയ്യാവുന്ന രീതിയിലും എല്ലാം കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും കൂടിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റൂഫിൽ നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഏരിയയിലേക്ക് മാറിയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഒരു കോപ്പർ കളർ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനാണ് ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾക്കും വോളിലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത്. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ 2 റൂമുകൾ കൂടിയാണ് കാണാനുള്ളത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം നമുക്ക് നോക്കാം. ഇവിടെയായിട്ടാണ് ഫൈനൽ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമുകളുടെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂമും അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള മെറ്റീരിയൽ ആണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു ചെറിയ മിറർ കൂടി ഇവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിലാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയുള്ളതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡ് ഫിനിഷോട് കൂടിയതും ഒരു വൈറ്റിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്നതായ ഒരു ടൈലിന്റെ മിക്സ്ചറാണ് ഇവിടെ അവർ ബാത്റൂമിനകത്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസും ടെറസിലേക്ക് പോകാനുള്ള വഴിയൊക്കെയാണ് കാണേണ്ടത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടേക്ക് വരുമ്പോൾ ഫ്ലോറിനൊരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. മെറ്റീരിയൽ വേറെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആണെങ്കിൽ പോലും ഇത് അവർ ടെമ്പററി ആയിട്ടല്ല, റൂം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം സെർവൻറ്റിനോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നാലും എമർജൻസി ആയിട്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു റൂമിൽ നമുക്കൊരു കോട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. അതുകൂടാതെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ആ പ്ലഗ് പോയിന്റും വേസ്റ്റ് വാട്ടർ പോകാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അവർ ഓൾറെഡി എല്ലാ ഇലക്ട്രിക് കണക്ഷൻസും നമുക്ക് ഫാൻ ഇടാനുള്ള പോയിന്റ്സും റെഗുലേറ്ററും എല്ലാം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും ഒക്കെ വീട്ടിൽ വന്നാൽ ഒരു നൈറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു റൂം നമുക്ക് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാനില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ലെങ്തി ആവാതിരിക്കാനായിട്ട് ടെറസിലേക്ക് പോകുന്നില്ല. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു, അറിഞ്ഞും കഴിഞ്ഞു. ഇനി നമുക്കിതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെയാണ് അറിയേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. നമുക്കിവിടെ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കും കളക്ട്രേറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ 10 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്റേഴ്സുമാണ് വരുന്നത്. മെയിൻലി നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് വളരെ ഈസിയാണ്. വെറും 14 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് എയർപോർട്ടിലേക്ക് വളരെ എളുപ്പം തന്നെ എത്തിപ്പെടാവുന്നതാണ്.
ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് അടുത്തുള്ള ബസ് റൂട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഷോപ്പുകളൊക്കെ വളരെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിലേക്ക് പോകാനായിട്ട് വെറും 250-300 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പൊ ഇന്ന് പരിചയപ്പെടുത്തിയ വീട് 3.4 സെന്റ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1640 ആണ്. 1640 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റിയോട് കൂടിയ 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇവിടെ നമുക്ക് 2 കാറ് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് കിട്ടുന്നത്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 59 lakhs ആണ്. 59 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് ലാസ്റ്റ് പ്രൈസ് ആണ്. ഒരുപാട് എമൗണ്ട് കൂട്ടിയിട്ട് പിന്നെ അതിൽ നിന്നും താഴേക്ക് നമ്മൾ ബാർഗെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ലാസ്റ്റ് ഒരു 59 ലക്ഷത്തിന് നമുക്ക് ഈ വീട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു ഡീൽ ആയതുകൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഓണറോട് എന്തെങ്കിലും കൂടി ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി വീടുകളുടെ പ്രൈസുകൾ കാണുമ്പോൾ എക്സ്പെക്ട് ചെയ്ത് വരാറുണ്ട്. നമ്മൾ പറയുന്ന പ്രൈസിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കിട്ടുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ പ്രൈസ് നെഗോഷ്യബിൾ ആണെന്ന് ഓരോ വീഡിയോകളിലും പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് നെഗോഷ്യബിൾ ആണെന്ന് എടുത്തു പറയാത്തതിന്റെ കാര്യം, ഈ വീട് നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് 59 lakhs ആണ്. പിന്നീട് അത് കാര്യമായിട്ടൊന്നും നെഗോഷ്യബിൾ അല്ല, നമുക്കൊന്ന് ചെറുതായിട്ട് സംസാരിച്ച് നോക്കാമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് വാങ്ങിക്കാനും കാണാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അതുപോലെ ഒരുപാട് പേരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എല്ലാ വീഡിയോയിലും ഞാനത് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഒരു ഫേവർ എന്ന് പറയുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെയായി മാർബിൾ ഹോംസിൽ ഇനി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.